ഈ കാണുന്ന മുളയുടെ ഈ പീസുകളിൽ നമ്മൾ ചെറുതേഞ്ച് കുളഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചേക്കണയാണ് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഇതുപോലെ ഒരു 4 കൂടുണ്ട്. നമ്മുടെ 4 ചെറുതേഞ്ച് കുളഞ്ഞും ഇതുപോലെ മുളയിലാണ് നമ്മൾ അവർക്കുള്ള കൂട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ചെറുതേഞ്ച് കോളനിയിലെ തേൻ വിളവെടുപ്പാണ് കേട്ടോ. നമ്മളൊരു 1.5 വർഷത്തോളമായിട്ട് കേട്ടോ ഇതിലെ തേൻ നമ്മളെടുത്തിട്ട്. അപ്പോൾ നമ്മളതിൻ്റെ തേൻ എടുക്കാൻ പോവാണ്. ആദ്യം തന്നെ അത് അയച്ചു കൊണ്ടതിന് ശേഷം നമ്മളിതുപോലുള്ള ഒരു മിനറൽ വാട്ടർ ബോട്ടിലിൽ കുറച്ച് ഈച്ചകളെ പിടിക്കട്ടെ, കടിയൻ ഈച്ചകളെ നമ്മൾ പിടിക്കുന്നുണ്ട്. കാരണം ഈ ഈച്ചകൾ ഭയങ്കരമായിട്ട് നമ്മളെ ആക്രമിക്കും. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇതുപോലെ മിനറൽ വാട്ടർ ബോട്ടിൽ എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെറിയ സൂചി കൊണ്ട് കുറച്ച് ഹോൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മളിതുപോലെ ഈച്ചകളെ പിടിച്ചു വെക്കണേ. എന്നിട്ട് വെയിലത്ത് വെക്കരുത്, തണലുള്ളൊരു സ്ഥലത്ത് വെക്കണം. പിന്നെ ഞാൻ ഇതുപോലെ ഒരു ഫേസ് മാസ്ക് വെച്ചു കേട്ടോ. നമ്മുടെ ഈ ചെറുതേഞ്ച് കോളനിയിൽ തേനെടുക്കുന്ന സമയത്ത് ഈച്ചകൾ ഭയങ്കര എന്താ പറയുക, നമ്മുടെ കണ്ണിലും ചെവിയിലും മുടിയിലൊക്കെ കയറുക, അങ്ങനെ ഭയങ്കര ഇറിറ്റേഷൻ കേട്ടോ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതുപോലെ ക്യാപ്പൊക്കെ വെച്ച് നമ്മളിതുപോലെ മെല്ലെ ഒരു സൈഡ് പൊട്ടിച്ച് അകത്താണ്. അപ്പോൾ ഇതാണ് ഈ ഒരു സെറ്റപ്പിലാണ് നമ്മുടെ ചെറുതേഞ്ച് കോളനി നിൽക്കുന്നത് കേട്ടോ. നമ്മുടെ മുളയിൽ നമ്മൾ 3 സെല്ല് പോലെയാണ് കേട്ടോ കൂട് അറേഞ്ച് ചെയ്തേക്കണേ. ഒരു 3 മുട്ടം എടുത്തിട്ടുണ്ട്. 3 മുട്ടത്തിൻ്റെ നടുക്ക് ആ സെപ്പറേറ്റ് വരുന്ന ആ ഭാഗത്ത് നമ്മൾ ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടോ പാസ് ചെയ്യാൻ. അങ്ങനെ നമ്മുടെ ഈ 3 സെല്ലിലും ഏറ്റവും ലാസ്റ്റ് സെല്ലിലും ഫുള്ള് തേനാണ് കേട്ടോ. ഫുൾ തേനാണ് ഈ കാണുന്നത്. ഫുൾ തേനട തന്നെയാണ് കേട്ടോ. കറക്റ്റ് നമ്മുടെ എന്താ പറയുക, ഒരു പുട്ട് നിറച്ച പോലെ, മാവ് നിറച്ച പോലെ ആകൃതിയിൽ ഫുള്ളായിട്ടത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണുന്നത് ഈച്ചകളുടെ മുട്ടയാണ് കേട്ടോ. അത് പഴയ മുട്ടയുണ്ട്, പുതിയ മുട്ടകളുണ്ട് കേട്ടോ. നമ്മുടെ തേനീച്ചകളുടെ ഈ സെക്ഷൻ മുഴുവനും മുട്ടയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് വരുന്നത് കേട്ടോ പൂമ്പൊടിയാണ്. ഇത് പൂമ്പൊടിയാണ് കേട്ടോ. നമ്മുടെ ഈ മുട്ട കഴിഞ്ഞിട്ടുള്ള സെല്ല് കഴിഞ്ഞിട്ട് പിന്നത്തെ സെല്ലിൽ വരുന്നത് പൂമ്പൊടിയാണ്. ആദ്യം പകുതി ഭാഗം പൂമ്പൊടിയും പകുതി ഭാഗം തേനാണ് കേട്ടോ. അങ്ങനെയാണ് മൊത്തം സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഏറ്റവും ലാസ്റ്റത്തെ സെല്ല് മൊത്തം ഫുൾ തേനും, അത് കഴിഞ്ഞ് അതിൻ്റെ നടുഭാഗത്ത് പഴയ മുട്ടകളുണ്ട്, പുതിയ മുട്ടകളുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള സെക്ഷനിൽ പകുതി പൂമ്പൊടിയും പകുതി തേനും കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ പൂമ്പൊടി നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ, തേൻ മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ പൂമ്പൊടി ഈച്ചകൾക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി തേനില്ലാത്ത സമയമില്ലല്ലോ, അങ്ങനെ അത് ഉപയോഗിച്ചോളും. അതിനുശേഷം നമ്മൾ ഇതുപോലെ തന്നെ അടച്ച് വെച്ച് കെട്ടി അതിന് മുകളിൽ തേനൊക്കെ ആയത് നമ്മൾ തുണി ഉപയോഗിച്ച് കോട്ടൺ വെച്ച് നമ്മൾ തുടച്ച് ക്ലീൻ ചെയ്തു. ഏത് സ്ഥലത്താണോ നമ്മൾ കെട്ടി വെച്ച് ആ സ്ഥലത്ത് തന്നെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് സ്ഥാപിച്ചു. അതിനുശേഷം നമ്മുടെ മിനറൽ വാട്ടറിൽ പിടിച്ച ഈച്ചകളെല്ലാം തുറന്നു വിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം.